വനവാസികൾക്ക് സംസ്ഥാനത്ത് അന്നും ഇന്നും ദുരിത ജീവിതം തന്നെ. കൊല്ലം അച്ചൻകോവിലിൽ മുതലത്തോട് വനമേഖലയിലുള്ള വനവാസി കുടുംബങ്ങളുടെ ദുരിത ജീവിതത്തിന്റെ നേർചിത്രങ്ങളിലേക്ക് ഒരു യാത്ര. ഇരുട്ടി എങ്ങും ഇരുൾ പടർന്നു. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇരുട്ടിനെ അതിജീവിക്കാൻ പെടാപ്പാട് വിടുന്ന ചില ജീവിതങ്ങളുമുണ്ട്. അധികാരവൃന്ദം സുഖശീതളിമയിൽ മയങ്ങുമ്പോൾ ഒന്ന് ഉറങ്ങാൻ പോലുമാകാതെ നെടിവേർപ്പെടുന്ന ചില ജീവിതങ്ങൾ. അവർക്കും ചിലത് പറയാനുണ്ട്. നമുക്കെങ്കിലും അവരുടെ നല്ല കേൾവിക്കാരാകാം. മുതലത്തോട് വനമേഖലയാണിത്. ഇവിടെ നിന്നും 500 മീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ എത്തുക 18ഓളം വനവാസി കുടുംബങ്ങളുടെ കുടിലുകളിലേക്കാണ്. ആ യാത്രയിലാണ് നമ്മൾ. കുടിലുകളിലെങ്ങും ഇരുട്ടാണ്, കൂരിരുട്ട്. ആ കൂരിരുട്ട് മാറ്റി പ്രകാശം നൽകാൻ ഇവിടേക്ക് ആരും തിരിഞ്ഞു നോക്കാറേയില്ല. വൈദ്യുതിയില്ല, വന്യമൃഗ ഭീഷണിയുമുണ്ട്. ഇവർക്ക് അതിജീവിച്ചല്ലേ പറ്റൂ. ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് ഞങ്ങൾ മലഞ്ചരക്കെടുക്കാനാണ് കാട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ കാടെന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല, ഒക്കെ വലിയ കാവനകത്ത് ഉള്ളു കാട്ടിൽ പോകും. അവിടെ പല മൃഗങ്ങൾ ശല്യങ്ങളുണ്ട്. അവിടെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങൾ അവിടെ വന്ന് അവിടെ തീ ഇതുപോലെ ആഴി തീയും കത്തിച്ച് അന്ന് അവിടെ കഞ്ഞിയും വെച്ച് കുഴിച്ചിട്ട് അന്ന് അവിടെ ഇരിക്കുക, താമസിക്കുക. അത് 2-3 ദിവസമല്ല, ചിലപ്പോൾ ഞങ്ങൾ 8 ദിവസം 10 ദിവസമൊക്കെ അവിടെ താമസിക്കും. 10 ദിവസം താമസിച്ചിട്ട് കുന്തിരിക്കം, തേന്, പൊന്നമ്പൂവ്, പുളി, കോടംപുളി, മരവളഞ്ഞ വള്ളി, ചെറുതേന്, വെള്ളക്കുന്തിരിക്കാം, കറുപ്പ് കുന്തിരിക്കാം, ഇതിൻ്റെയൊക്കെ ഓവർ ഐറ്റങ്ങൾ സാധനങ്ങൾ കിട്ടുന്നത് ഇതൊക്കെ ചേർത്ത് ഞങ്ങൾ ചുമ്മിക്കെട്ടി ഈ പുലിക്കയം എന്ന് പറയുന്ന ഏരിയാവിൽ ഫോറസ്റ്റിൻ്റെ വകുപ്പിൽ കോട്ടേഴ്സ് വെച്ചിട്ടുണ്ട്. അവിടെ BSSന് അവിടെ ഒരു ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ട് അവിടെ നിന്ന് ബില്ലെഴുതി തരും. അവർ ബില്ലെഴുതി തരും. അതുകൊണ്ടൊന്ന് അച്ചൻകോയിലിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അച്ചൻകോയിലിൽ സെക്രട്ടറി കാണത്തില്ല. 1 ആഴ്ച 2 ആഴ്ചയൊക്കെ അവർ ലീവ് എടുത്തങ്ങ് പോകും. ലീവ് എടുക്ക് പോകുമ്പോൾ നമുക്ക് ഈ കാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് 10 പൈസ അല്ലാതെ ഞങ്ങളങ്ങ് ബുദ്ധിമുട്ടാവും. വലിയ മരം എന്ന് പറയുമ്പോൾ 200 അടി 300 അടി 400 അടി പൊക്കമൊക്കെ ഉണ്ട്. കളരം പൊക്കം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെറിയ കമ്പ് കത്താൻ ഇത്രയും വലിപ്പം കമ്പില 2ഉം 3ഉം തേന് ഇങ്ങനെ കിടക്കുന്ന. അപ്പോൾ അതിനകത്ത് നമ്മൾ പോകുമ്പോൾ തീപ്പന്തമൊക്കെ കയറ്റി അത് ഈച്ചയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ആ സമയത്ത് നമ്മളെ കുത്തും. ചെയ്തിട്ട് നമുക്ക് ജീവൻ പോലും കാണത്തില്ല. അത് കണ്ടിച്ച് തറയെ ഇറങ്ങിയാൽ നമ്മുടെ നമ്മുടെ മക്കളെ ഭാര്യ നമ്മൾ തറയെ വന്നാലേ നമുക്ക് വിചാരിക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു മുതൽ വരും. ഇവർ 400 രൂപയ്ക്ക് എടുക്കത്തുള്ളൂ. അവർക്ക് 500-600 രൂപ വരെ അവർക്കാണ് കിട്ടുന്നത്. ഇത് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് എടുത്ത് വെളിയിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലിറ്ററിന് കിലോയ്ക്ക് നമുക്ക് 600 രൂപ 800 രൂപ 1000 രൂപ വരെ കിട്ടുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ കൊണ്ടു കൊടുത്താൽ 1000 രൂപ വരെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് കൊണ്ടു കൊടുക്കാൻ ഫോറസ്റ്റുകാരെ അനുവദിക്കത്തുമില്ല, നമ്മളെ വിടത്തുമില്ല. സെക്യൂരിറ്റിയിൽ നിന്ന് അങ്ങോട്ട് ചരക്ക് കൊണ്ടുപോകാൻ വിടത്തില്ല. അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മുടെ ഈ കാട്ടിനകത്താണ് നമ്മളിവിടെ കിടക്കുന്ന സമയത്ത് ചേട്ടനൊക്കെ കാട്ടിൽ പോകുന്ന സമയം ആനകളൊക്കെ വന്ന് ഇവിടെ വന്നിട്ട് എന്നെ പോന്ന് പിന്നെ കുഞ്ഞുങ്ങളെയും വിട്ടുകൊണ്ട് കിടക്കുന്നത് നമ്മൾ മാത്രമാണ് കിടക്കുന്നത്. ആ സമയത്താണ് ആനകൾ വരുന്നത്. അതുങ്ങളെല്ലാം ഓടിച്ചു വിട്ടിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കും. ആഴിയിട്ടാൽ വായി വെച്ചാലൊന്നും പോവില്ല ആനകൾ. അങ്ങനെ പിന്നെ രാത്രിയിലാകുമ്പം പിന്നെ പുലികൾ വന്ന് പട്ടികളെ പിടിച്ച് ആടിനെ പിടിച്ച് പിന്നെ പെരുമ്പാമ്പുകൾ ആടിനെ പിടിച്ചുകൊണ്ടുപോയി. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ താമസിക്കുന്നത്. ഞങ്ങളിവിടെ ഇരുട്ടത്താ കിടക്കുന്നത്. പിള്ളേരെ വിട്ടോണ്ട് വെട്ടവും ഇല്ല, കരണ്ടും ഇല്ല. ഞങ്ങൾ ആഴി കത്തിച്ചോണ്ടാ കിടക്കുന്നത്. അവരാരും വന്ന് തിരിഞ്ഞ് നോക്കത്തുമില്ല, ഒരു വെട്ടവും തരത്തില്ല, ഒന്നും തരത്തില്ല. ഞങ്ങളിങ്ങനെ കിടക്കുന്നത് ഈ കൂരയും വെച്ചോണ്ട്. സോളാർ തന്നത് അതും പനലായിപ്പോയി. പിന്നെ വന്ന് അവർ നോക്കിയതുപോലെ അല്ല. 2018 പ്രളയകാലത്ത് അപകട ഭീഷണിയിലായ കല്ലാർ വനമേഖലയിൽ നിന്നും സർക്കാർ താൽക്കാലികമായി ഇവരെ ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചതാണ്. എത്രയും വേഗം മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാമെന്നായിരുന്നു അന്ന് പറഞ്ഞ വ്യവസ്ഥ. 6 വർഷങ്ങൾക്കിപ്പുറവും ഒന്നും നടന്നില്ല.
ഇത്രയും കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ കാട്ടിലെ വരുമാനങ്ങളോ കാട്ടിലെ പോയി ചരക്കെടുക്കണങ്ങളോ ഞങ്ങൾക്കൊരു ഭൂമി ഇനി എന്ന് കണ്ടെത്തി ഏത് കണ്ടെത്തുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത്ര നമുക്കൊരു സെൻറ്റ് ഭൂമി തരാനോ അല്ലെങ്കിൽ പിള്ളേരെ വൃത്തിക്ക് പഠിപ്പിക്കാൻ വിടണം, അവർക്ക് ഒരു കെട്ടിടങ്ങൾ കൊടുക്കണം, ഒരു ഭൂമി കൊടുക്കണമെന്ന് ഇന്ന് അവർ കണ്ടെത്തിയിട്ടില്ല. വലിയ ആടിന് പുലി പിടിച്ചാൽ അത് അങ്ങ് ദൂരെ തിന്നാൻ പോയപ്പോൾ പുലി പിടിച്ച് കുഞ്ഞാടിന് പെരുമ്പാമ്പ് മടക്കിട പിടിച്ച് അത് പോലീസുകാർ ചാക്കി പിടിച്ചുകൊണ്ട് പെരുമ്പാമ്പിനെ പോയി. ഉറക്കം നടിക്കുന്ന കേരളത്തിലെ അധികാരവൃന്ദം ഒന്ന് കണ്ണു തുറക്കുക. ഇവരും മനുഷ്യരാണ്. അർഹതപ്പെട്ടത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് ഇവരിലേക്ക് എത്തിക്കാൻ എന്താണ് ഇത്ര വൈമുഖ്യമെന്ന ചോദ്യമാണ് ഞങ്ങൾക്കുമുള്ളത്. വൈദ്യുതിയില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത, ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ കുടിലുകൾക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കൊല്ലം.